നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ പുതിയ ദിശ കണ്ടെത്താനുള്ള ശ്രമത്തിൽ. ഏഷ്യൻ റബ്ബർ പുതിയ ദിശ കണ്ടെത്താനുള്ള ശ്രമത്തിൽ. ഒരാഴ്ച നീണ്ട അവധി ദിനങ്ങൾക്ക് ശേഷം വിപണനം പുനരാരംഭിച്ച ചൈനീസ് മാർക്കറ്റിൽ റബ്ബർ നേരിയ റേഞ്ചിലാണ് ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചത്. മത്സരിച്ച് റബ്ബർ സംഭരണത്തിന് വ്യവസായികളുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഉത്സാഹം ദൃശ്യമായില്ലെങ്കിലും അവധി വ്യാപാരത്തിൽ വില അല്പം മുന്നേറി. ചൈനയ്ക്കൊപ്പം ജപ്പാൻ, സിംഗപ്പൂർ മാർക്കറ്റുകളും നേട്ടത്തിൽ നീങ്ങിയത് അവസരമാക്കി ബാങ്കോക്ക് ഷീറ്റ് വില കിലോ 182 രൂപയാക്കി. കന്യാകുമാരി മേഖലയിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട ഫലമായി സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ആകാശം മേഘാവൃതമായിരുന്നെങ്കിലും പുലർച്ചെ റബ്ബർ ടാപ്പിങ്ങിനുള്ള അവസരം കാർഷിക മേഖല പരമാവധി പ്രയോജനപ്പെടുത്തി. ഇക്കുറി തുലാവർഷം പതിവിലും അല്പം നേരത്തെ കേരളത്തിൽ പ്രവേശിക്കുമെന്നാണ് പുതിയ വിലയിരുത്തൽ. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ വില കിലോ 187 രൂപ 50 പൈസയ്ക്കും 5ാം ഗ്രേഡ് റബ്ബർ 184 രൂപയിലും വിപണനം നടന്നു. ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.